നല്ല ഭർത്താവുമ്പോൾ എത്രയോ കാര്യങ്ങൾ നമുക്ക് ഒന്ന് അറിഞ്ഞിരിക്കാൻ ഉണ്ടാവുണ്ടല്ലോ, ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞിരിക്കും. നല്ല ഭർത്താവാണെങ്കിൽ കുറെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണമല്ലോ. അപ്പം ഒരു നല്ല ഭാര്യയാണെങ്കിലും ഉണ്ടാവും. അപ്പൊ നമുക്ക് ഇന്ന് അറിയേണ്ടത് ഒരു നല്ലൊരു ഭർത്താവിനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. നല്ല ഭർത്താവാകുന്നതിന് ഒത്തിരി കാര്യങ്ങളുണ്ട്. പക്ഷെ ഞാൻ ഒരു വശം മാത്രം പറയാം. ഈ പുരുഷനെല്ലാവരും വിചാരിക്കുന്നത് ഞാൻ നല്ലൊരാളാണെന്നാണ്. പക്ഷെ ഇതിൻ്റെ ഉള്ളിലേക്കൊന്നും കയറി ഒന്നുമില്ല. അപ്പോൾ സ്ത്രീ ഒരു ഭർത്താവിന്, നല്ലൊരു ഭർത്താവിനെ കാണുന്നതിന് ഒരു മാനദണ്ഡം വെറുതെ പറയാനൊക്കത്തില്ല. അടുക്കളയിൽ സഹായിക്കുന്ന ഒരു ഭർത്താവിന് ഭയങ്കര ഇഷ്ടമായിരിക്കും കേട്ടോ. ചിലരാണെങ്കിൽ അടുക്കളയിൽ വരണ്ട, നിങ്ങൾ ഈ ഒരു പുരുഷൻ്റെതായ അത് ചെയ്താൽ മതി, നിങ്ങളൊന്നും ഇതിനകത്ത് ചെയ്യണ്ട. ഈ രണ്ട് മാനസികാവസ്ഥകളുണ്ട്. അതെ, ഉശിര് കാണിക്കണം എന്ന് വെച്ചാൽ വെറും ഒരു പഴം പിഴിഞ്ഞത് എന്തിനാ പറയുന്നത് എനിക്കറിയത്തില്ല. ഒരു ചെറിയ ഒരു പുരുഷന്റെ ഒരു ദൗർബല്യമുള്ള അല്ല, പുരുഷന്റെ ഒരു മിടുക്ക് കാണിക്കണമെന്നാണ് ചില സ്ത്രീകളുടെ ആഗ്രഹം. അല്ലാതെ അടുക്കളയിലൊന്നും വന്ന് കയറേണ്ടത് പല കാര്യമാണ് അത്. പിന്നെ വേറൊന്ന്, ഒരു കൃത്യനിഷ്ഠ, ഏത് കാര്യത്തിനും കൃത്യനിഷ്ഠയുള്ള ഒരു ഭർത്താവിനെ ഏത് സ്ത്രീക്കും ഇഷ്ടമായിരിക്കും അല്ലേ. കൃത്യനിഷ്ഠ, എന്തിനും ഒരു ചിട്ട വേണം, കൃത്യനിഷ്ഠ വേണം. വ്യക്തി ശുചിത്വം എപ്പോഴും നന്നായിരിക്കണം അല്ലേ. വസ്ത്രം ധരിക്കുമ്പോൾ ധരിക്കുന്നതിനായാലും ഇത് ചെയ്യുന്നതിനായാലും ഒരു വ്യത്യസ്തത അവൾക്ക് ഫീൽ ചെയ്യണം. ഇതെൻ്റെ ഭർത്താവാണെന്ന് പറയുമ്പോൾ അത് അതിൻ്റെ കൂടെ നടക്കുമ്പോൾ അവർക്കൊരു മാന്യത കിട്ടണം. അതുപോലെ തന്നെ ഈ പെരുമാറ്റത്തിൽ ചിലർ ആവശ്യമില്ലാത്ത അധികാരങ്ങൾ എടുത്ത് പ്രയോഗിക്കും. പക്ഷെ അധികാരങ്ങൾ അവരോട് ചേർന്നുള്ള അധികാരമായിക്കോട്ടെ, നിയന്ത്രണമായിക്കൊള്ളട്ടെ. അതുപോലെ തന്നെ അവരുടെ മനസ്സുകൊണ്ടുകൂടി ഇഷ്ടപ്പെട്ട ഒരു ഇഷ്ടങ്ങളായിരിക്കണം വേണ്ടത്. പിന്നെ ഒരു സ്ത്രീക്ക് വേണ്ടത് മറ്റൊന്നുമില്ലെങ്കിലും ഞാൻ എപ്പോഴും പറയാറുള്ള ഒന്നാണ്, ക്ലാസ്സുകളിലൊക്കെ പറയുന്ന ഒന്നാണ്, എന്നോട് പ്രത്യേകമായ ഒരിഷ്ടം ഇക്കായിക്കൊണ്ടാണോ. ഇതാണ് സ്ത്രീക്ക്. എന്തൊന്നും ഇല്ലെങ്കിൽ പോലും ഇതുണ്ടെങ്കിൽ അവർക്ക് ഒരു പ്രശ്നം ഉണ്ടാകില്ല. അതുപോലെ മറ്റുള്ളവരുടെ മുന്നിൽ തന്നെ ഒന്ന് ഉയർത്തി ഭർത്താവ് പറയുന്ന കേൾക്കാൻ അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. പക്ഷേ സാധാരണഗതിയിൽ എങ്ങനെയാണ് ഈ ഭർത്താക്കന്മാർ, ഇവരുടെ കുറ്റങ്ങളായിരിക്കും എടുത്തു പറയുന്നത്. ആ കുറ്റങ്ങൾ എടുത്തു പറഞ്ഞ് എങ്ങനെ ഇടിച്ചു താക്കാമെന്നാണ് നോക്കുന്നത്. പിന്നെ എനിക്ക് നിന്നെ ഇഷ്ടമാണ് എന്ന് ഒരു ഭർത്താവും മിക്കവാറും ഉള്ളവരൊന്നും പറയില്ല. അങ്ങനെ ഒന്ന് പറഞ്ഞു നോക്ക്, അവിടെ പ്രശ്നമുണ്ട്, പക്ഷെ പറയത്തില്ല. ഈ പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പം നടക്കുന്ന പല പ്രശ്നങ്ങളല്ലാതായിത്തീരും. പിന്നെ എപ്പോഴും എങ്ങനെയാണ് വീട്ടുകാരെ കുറ്റം പറയും. നിൻ്റെ വീട്ടുകാരെങ്ങനെയല്ലേ, നിൻ്റെ വാപ്പ ഇങ്ങനല്ലേ, നിൻ്റെ ഉമ്മ ഇങ്ങനല്ലേ, നിൻ്റെ ആങ്ങളമാരെങ്ങനെയാണ്, ഇങ്ങനെ കുറ്റം പറയുന്ന സ്വന്തം ഇത്രയും കാലം, എൻ്റെ വിവാഹം വരെ ഇത്രയും കാലം എന്നെ പോറ്റി വളർത്തി എനിക്ക് വേണ്ടതെല്ലാം തന്ന് എന്നെ കെട്ടിച്ച എൻ്റെ വാപ്പയെയും ഉമ്മയെയും എൻ്റെ ഇക്കാമാരെയും ഒക്കെ കുറ്റം പറയുന്ന ഒരു ഇക്കായെ ഒരു പെൺകുട്ടിക്കും ഇഷ്ടപ്പെടാൻ കഴിയില്ല. അത് ഈ ഭർത്താക്കന്മാരായിട്ടുള്ളവർ ഓർക്കണം. പരസ്പരം അല്ല, പരസ്പരം കുറ്റം പറയുമല്ലോ. ഈ കുറ്റം പറച്ചിൽ ഒഴിവായാൽ അതൊന്നും ഒരു പ്രശ്നമാകില്ല. പിന്നെ വിവാഹമേ ഒരു പ്രശ്നമാകത്തില്ല. പല പ്രശ്നങ്ങൾ ഒഴിവാക്കുമെന്നല്ല, ഒരു പ്രശ്നവും ഉണ്ടാകില്ല. ഇത് കൃത്യമായി അവർ ഓർത്തിരിക്കണം. അതെ, ഓരോ ക്ലാസ്സുകൾ ഒരു വഴിത്തിരിവുകളാണ്. കാരണം എന്താ പറയുക, ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കണ്ടെത്താൻ ഈ ഓരോ പഠനങ്ങൾ നമ്മൾ ഉപകരിക്കും. പ്രത്യേകിച്ച് ഖാൻ കരിക്കോട് സാറിൻ്റെ മനഃശാസ്ത്രപരമായ ഈ സമീപനങ്ങൾ ആ ജനങ്ങളിൽ എങ്ങനെ ഉപകരിക്കും, അത് വളരെ ഉപകാരപ്പെടും. അല്ലാഹു തആല ഖൈർ നൽകുമാറാകട്ടെ.